എന്താടാ ഞാനത് ഇങ്ങനെ നാളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. ആ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. ഹലോ, അത് ഇവിടെ ബാങ്ക് എവിടെയാണ്? മേളിൽ? അത് 5ാമത്തെ നിലയില്. അവിടെയാണോ? നമുക്ക് ഒന്നിലെ ലിഫ്റ്റില് പോവാം. ഇവിടെ ലിഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റെപ്പ്. ഒരു ഇന്റർവ്യൂ ഉണ്ട് ബാങ്കില്. ഇന്റർവ്യൂ. അത് ശരി. കാത്തിരുന്ന ഒരു ജോലി കിട്ടാൻ പോവാ. നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? 10 മണിക്ക് ഇന്റർവ്യൂ ആണോ? വിശ്വൻ. എവിടെ ഇന്റർവ്യൂ? ബാങ്കിൽ ഇന്റർവ്യൂ അല്ലേ? വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്? പിന്നെ ഞാൻ MBA കാരനല്ലേ. തന്നല്ലേ? എന്റെ അഹങ്കാരില്ല കേട്ടോ. ജോലി കിട്ടും ഈ ജോലി? പിന്നെ തീർച്ചയായിട്ടും ഞാൻ നല്ലോണം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. തന്നല്ലേ? പക്ഷെ പറയുന്നോണ്ടെന്ന് തോന്നുന്നത് താങ്കൾക്ക് ഈ ജോലി കിട്ടില്ല. അതിനോട് താനാണോ എന്റെ ജോലി കിട്ടില്ല തീരുമാനിക്കുന്നത്? നല്ലോണം അന്തസ്സായിട്ട് പഠിച്ചിട്ടാണ് ജോലി. നമുക്ക് ജോലി കിട്ടില്ല ഇങ്ങനെയാണ് തീരുമാനിക്കുന്നത്. എത്ര വയസ്സായി ഇപ്പോ? എനിക്ക് 40 വയസ്സായി. എന്റെ ആകെയുള്ള പ്രതീക്ഷയാണ് ഇനി എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയില്ല. വിദ്യാഭ്യാസം മാത്രം പോരാ, നമ്മുടെ ഇന്റർവ്യൂ നീറ്റ്നെസ് എന്തായാലും ശ്രദ്ധിക്കും. അതെ, തീർച്ചയായും. ഈ കറ പിടിച്ച ഷർട്ട് ഇട്ടുകൊണ്ട് ഇന്റർവ്യൂവിൽ പോയാൽ നിങ്ങൾക്ക് എങ്ങനെ ജോലി കിട്ടും? എവിടെ കറയുണ്ട്? ഇവിടെ കറയുണ്ട്. അയ്യോ, കറുപ്പ് കളർ. പിന്നെ കറയുണ്ട്. ഈ കറയുള്ള ഷർട്ടോട് എന്റെ സുഹൃത്ത് നിങ്ങൾക്ക് തലയ്ക്ക് പണി പാളിയല്ല. എങ്ങനെയാ വന്ന? ബസ്സിനോ? നല്ല ഷർട്ടായിരുന്നു. ബസ് എവിടുന്ന്? അല്ല, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ പറ്റിയ സമയത്താണ് എൻ്റെ അടുത്ത് ഒന്ന് ചാടിയത്. കാരണം ഈ മരുന്നെന്ന് പറയുന്നത് കറ കളയുന്ന ഒരു മരുന്നാണ്. ഈ മരുന്നെടുത്ത് ഞാൻ വേണമെന്ന് ട്രൈ ചെയ്യാം. അതായത് ഈ മരുന്ന് ശകലം നമ്മുടെ ഈ തുണിയിലോട്ട് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ അല്പം വെള്ളത്തിലോട്ട് കണ്ടെങ്കിൽ അല്പം ഒന്ന് ചാലിക്കണം. അത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ പേടിക്കണം. ഇപ്പോഴത്തേക്ക് ജസ്റ്റ് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പേടിക്കണ്ട. എന്ത് പണിയാണ് താൻ കാണിച്ചത്? എന്ത് വൃത്തികേടാ കാണിച്ചത്? 10 മിനിറ്റ് കൂടുതൽ ഇന്റർവ്യൂ ഉള്ള സമയമുള്ളൂ. തനത് ശരിയാക്കി 4000 രൂപ വിലയുള്ള ഷർട്ട് 20% കിഴിവിന് ഞാൻ വാങ്ങിച്ചു. ഈ തല മുഴുവൻ വിഗ് ഇട്ടിട്ട് അതിന്റെ തുള്ളി കറുപ്പ് വരതിലായിട്ടില്ല. എന്റെ ഈ ഷർട്ട് ശരിയാക്കി തന്നില്ലെങ്കിൽ അത് എനിക്കാടാ സുഹൃത്തെ. ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ സമയമില്ല. ഇതിന്റെ ഉള്ളിലൊക്കെ കുരുങ്ങുന്നുണ്ടല്ലോ. എവിടെ നിന്ന് മേടിച്ച ഷർട്ട് എന്ന് പറഞ്ഞത്? അവിടുന്ന് 4000 രൂപയ്ക്ക് 20% കിഴിവിന് മേടിച്ച ഷർട്ടാണ്. 20% കിഴിവെങ്കിലും ബന്യം നിറ 20% കിഴുത്തായിട്ടാണല്ലോ നീ നടക്കുന്നത്. നാണമില്ലാടാ നിനക്ക് ഇതിനോട് ഇന്റർവ്യൂവിന് പോയി? ആരും കാണത്തില്ല. സമാനപ്പെട്ട് ഞാൻ റെഡി ചെയ്തത്. എന്റെ പൊന്നിട്ട് എന്തോരം കഷ്ടപ്പെട്ട് പഠിച്ചാണെന്ന് അറിയാമോ നമ്മൾ ഇന്റർവ്യൂവിന് വന്നത്? എല്ലാം പഠിച്ചാ? പിന്നെ പഠിക്കാണ്ട് 4 വർഷം ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ. PSC ടെസ്റ്റും എല്ലാം എഴുതിയിട്ടുണ്ട്. എന്നാലും അതല്ല. ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ? എന്നോടാ? ആയിക്കോട്ടെ. 10 മിനിറ്റ് സമയം കിട്ടല്ലോ. തവളക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഫ്രോഗ്. അത് ആർക്കും അറിഞ്ഞൂടാത്തത് അല്ലേ? എന്നാ വാൽമാക്രിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? വാൽമാക്രി. അതൊക്കെയാണ് ബാങ്കിൽ ചോദിക്കുന്നത്. അറിഞ്ഞൂടെ? ഇത് കഴിവ് റെഡിയാക്കണോ? 10 മിനിറ്റ് ഇന്റർവ്യൂവിന് അറിയാമോ? അതെ, നമുക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളൊന്നല്ല ബാങ്കിൽ ചോദിക്കുക. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നല്ല അവിടെ ഉള്ളത്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. എന്തോരം എക്സാംസ് എഴുതിയേക്കണ ആളാന്നറിയോ അനീഷ്? എല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ട്. ചോദിക്കാൻ സാധ്യതയുള്ള PSCയിലൊക്കെ ചോദിക്കുന്ന ചോദ്യം പറയട്ടെ. പശുവിന്റെ ഇംഗ്ലീഷ് എന്താ പറയാ? കൗ. പശുവിന്റെ കുളമ്പടിക്ക് എന്ത് പറയും? പശുവിന്റെ കുളമ്പടിക്ക് എന്ത് പറയും? കുളമ്പടി. ഇതൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ പോയിട്ട് കാര്യം ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും. ഇനി ചോദ്യം ആവശ്യമുണ്ടോ? ഇതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏതോ വലിയ ഏതോ സംഭവമാണ്. കാക്കയ്ക്ക് ഇംഗ്ലീഷ് എന്താ പറയാ? എത്ര? അതെ. അപ്പൊ കാക്കത്തൂവലിന് എന്ത് പറയും ഇംഗ്ലീഷിൽ? കാക്കത്തൂവലിന് അറിയില്ല. കാര്യമില്ല അതില്. നീ എന്റെ 4000 രൂപ മേടിച്ച ഷർട്ട് വേറെ കേസൊന്നുമില്ലല്ലോ. അവിടെ പോയി തോക്കാനല്ലേ ഇന്റർവ്യൂവിന്? കാക്കത്തൂവലിന്റെ ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാടേ? എന്റെ സുഹൃത്തെ കറ ഇല്ലാതെ നീറ്റായിട്ട് പോകാൻ പഠിക്കണം ഇന്റർവ്യൂവിന്. മനസ്സിലായ? കാക്കത്തൂവൽ ഇംഗ്ലീഷ് പറഞ്ഞൂടാ ഇന്റർവ്യൂവിന് വന്ന് നടക്കണം. ഏകദേശം റെഡി ആയി. കാക്കത്തൂവലിന്റെ ഇംഗ്ലീഷ് പറഞ്ഞൂടാ, കറയുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പോകും. ഒന്നും അറിഞ്ഞൂടാണ്. പിന്നെ അങ്ങോട്ട് പോയിട്ട് എന്തിനാ? ഒരു സൈഡ് ക്ലിയർ ആയി. ഒരു കാര്യമില്ലാണ്ട് ഇപ്പൊ കറയുള്ള ഷർട്ട് അറ്റ്ലീസ്റ്റ് കറയെങ്കിലും ഇല്ലാണ്ടിരിക്കണമായിരുന്നു. സുഹൃത്തെ ജോലി കിട്ടൂല. ഒരു കാര്യം മനസ്സിലായി എനിക്ക്. നമ്മളൊരു ഇന്റർവ്യൂവിന് വരുമ്പോഴേ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം പഠിക്കേണ്ടതെന്ന് അറിയാം, കറ കളയാനുള്ള മരുന്ന്. അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം. തന്റെ ഒരുപാട് മരുന്നുണ്ട്. ഞാൻ കമ്പനിയെ പറ്റി തീർച്ചയായിട്ടും വിവരമായിട്ട് പഠിപ്പിച്ചു. ഞാനിത് മേടിച്ചിട്ട് കറയൊക്കെ കഴുകി കളഞ്ഞിട്ട് പണി അങ്ങ് ഉപയോഗിക്കും.